നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെബി ഷോർട്ട് സെല്ല് സംബന്ധിച്ചിട്ടുള്ളൊരു സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾ ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൽ ഇത്രയധികം ഷോർട്ട് സെല്ലേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ആശ്ചര്യപ്പെടുന്നത്. കാരണം നമ്മൾ ഇൻട്രാഡേയിൽ ബൈ നടത്തിയാൽ നമ്മളുടെ വ്യൂ എഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ നമുക്കത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് സെല്ല് സ്റ്റിൽ അത് പറ്റില്ല. എങ്കിലും ആളുകൾ ഷോർട്ട് സെല്ല് റീറ്റെയിലേഴ്സിനല്ല എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അത് കാണാൻ ശ്രമിക്കുക താല്പര്യമുള്ള ആളുകൾ. നമ്മളെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് സുപ്രധാനമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ. ISROയുടെ ആദ്യത്തെ L1 എന്ന് പറയുന്ന സൂര്യനിലേക്കുള്ള ആദ്യത്തെ ഒരു മിഷൻ അത് ഓർബിറ്റ് ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം സൊമാലിയൻ തീരത്ത് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്ത ആ ഒരു ഷിപ്പിനെ ഇന്ത്യൻ നേവി രക്ഷിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കോവിഡ് കേസുകൾ കൂടി വരുന്നുണ്ട്. US നിന്ന് പ്രധാനമായിട്ട് ഉള്ളത് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വാർത്ത എംപ്ലോയ്മെൻറ്റ് ഡേറ്റ ആയിരുന്നു. അപ്പോൾ ഏകദേശം 2,16,000 പുതിയ എംപ്ലോയ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് US നിന്ന്. ഇത് അവിടുത്തെ സാമ്പത്തിക സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം ബെയറിഷ് സിനാരിയോയിലുണ്ടായിരുന്ന US മാർക്കറ്റ് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പോസിറ്റീവ്ലി ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി ആഡ് ഓൺ ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റ് റീക്യാപ്പാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് റീവൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ സെക്ടർ പെർഫോമൻസിൽ മികച്ച രീതിയിൽ നിന്നിട്ടുള്ളത് റിയാലിറ്റിയാണ്. 8% റാലി രേഖപ്പെടുത്തി. മീഡിയ 3.5%, ഫാർമ 3%, എനർജി, PSU ബാങ്ക്, FMCG, സർവീസ് തുടങ്ങിയ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് പെർഫോമൻസ് ഉണ്ടായ സെക്ടർ IT ആണ്. ഏകദേശം ഒരു 1.25% മുകളിൽ ഇടിഞ്ഞു. സ്റ്റോക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിരുന്നു. അദാനി സ്റ്റോക്കുകളിൽ ശക്തമായ റാലി രേഖപ്പെടുത്തി. അദാനി പോർട്ട് 13% റാലിക്ക് കാരണമായി. ONGC 6%, അദാനി എൻ്റർപ്രൈസസ് 6%, ബജാജ് ഫിനാൻസ്, ടാറ്റ കൺസ്യൂമേഴ്സാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ഫോൾ ആയിട്ടുള്ളത് ഐഷർ മോട്ടേഴ്സാണ് 7%, JSW സ്റ്റീൽ 6%, L&T മൈൻട്രി, MNM, അൾട്രാടെക് സിമെൻറ്റ് തുടങ്ങിയ കമ്പനീസ് ഫോളായി. അൾട്രാടെക്കിന് GST ഡിമാൻഡ് നോട്ടീസ് ഏകദേശം 4,000 കോടി രൂപയുടെ കിട്ടിയ ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ FIs വളരെയധികം മാന്യന്മാരായിരുന്നു. FIs കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് സെല്ല് നടത്തിയിട്ടുള്ളൂ. കാണാം, തിങ്കളാഴ്ച അതായത് 1-ാം തീയതി 855 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. 3-ാം തീയതി 666 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും അവർ ബൈയിങ് ആയിരുന്നു. ചൊവ്വാഴ്ച 1,600, വ്യാഴാഴ്ച 1,500, വെള്ളിയാഴ്ച 1,700 കോടിക്ക് അടുത്ത് അവർ ബൈ നടത്തി. DAs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അവർ സെല്ലിംഗ് മോഡിലായിരുന്നു. തിങ്കളാഴ്ച 410 കോടി രൂപയ്ക്ക് ബൈ നടത്തിയത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ദിവസവും അവർ സെല്ല് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് നാളുകളായി ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായ നിലയിൽ അവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. നടത്തി. ചൊവ്വാഴ്ച ദിവസം 2,000 കോടിക്ക് അടുത്ത്, ബുധനാഴ്ച 900, വ്യാഴാഴ്ച 1,400 അടുത്ത്, വെള്ളിയാഴ്ച 3,500 കോടി രൂപയുടെ നല്ല രീതിയിലുള്ളൊരു സെല്ലിങ് അവർ നടത്തിയിട്ടുണ്ട്. ഈ നിഫ്റ്റിയുടെ വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റിയുടെ ക്യാൻഡിൽ കാണാം. നിഫ്റ്റി ഒന്നും പോയിട്ടില്ല. 2,170 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. കഴിഞ്ഞ ആഴ്ചയിൽ 2,150 ലോ ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റി അതേ ആഴ്ചയിൽ തന്നെ 2,180 ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 340 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണാം US വിക്സ് 20% ഇടിവ് രേഖപ്പെടുത്തി. നാസ്ഡാക്കും ഡോയും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്യൂച്ചർ നോക്കണ്ട, നാസ്ഡാക്കും ഡോയും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ വിക്സ് 6% സ്പൈക്ക് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ഇൻഫോസിസും വിപ്രോയും ICICI ബാങ്കും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. HDFC ബാങ്ക് മാത്രം 1% ഫോൾ രേഖപ്പെടുത്തി. റിലയൻസും ഡോക്ടർ റെഡ്ഡിയും ടാറ്റ മോട്ടോഴ്സും എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. US മേജർ ടെക്നോളജി കമ്പനീസിൽ നെറ്റ്ഫ്ലിക്സും ടെസ്ലയും മൈക്രോസോഫ്റ്റും ആപ്പിളും
ഗൂഗിളും സ്ലൈറ്റ്ലി ബിയറിഷ് ആയിരുന്നു, പക്ഷേ വലിയൊരു ഇടിവില്ല, വളരെ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണാം 21,700 അറ്റ് ദ മണി. ഡോട്ടഡ് കാണാം 21,800. കോൾ ഷോട്ട് ആഡായിട്ടുണ്ട് 22,000. ഇത് വീക്കിലിയാണ്. കൂടാതെ തന്നെ പുട്ട് സൈഡിലേക്ക് 21,500. അപ്പോൾ 21,500, 21,800 മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. PCR 0.8 ആണ്. കോൾ അഡീഷൻ 4.06 crores, പുട്ട് 3.39 crores ആണ് കാണുന്നത്. ഇനി അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകൾ നമുക്ക് നോക്കാം. US നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സ്പീച്ച്, യൂറോസോണിൽ നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ ട്രേഡ് ബാലൻസ് ആണ് തിങ്കളാഴ്ച ഉള്ളത്. ചൊവ്വാഴ്ച US നിന്ന് കൺസ്യൂമർ ക്രെഡിറ്റും ട്രേഡ് ബാലൻസും ഉണ്ട്. ബുധനാഴ്ച ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് US നിന്നും UK നിന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബൈലിയുടെ സ്പീച്ചും ഉണ്ട്. വ്യാഴാഴ്ച ദിവസം ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മെമ്പർ വില്യംസിൻ്റെ സ്പീച്ചും CPI ഇൻഫ്ലേഷൻ ഡേറ്റ, അതാണ് ഈ അടുത്ത ആഴ്ചയിലെ ഏറ്റവും വലിയ ഈവൻറ്റ്. അത് വ്യാഴാഴ്ചയാണ് US നിന്ന് വരുന്നത്. വെള്ളിയാഴ്ച US നിന്ന് ഫെഡറൽ ബാലൻസ് ഷീറ്റും, ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷനും, UK നിന്ന് മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും GDPയും, ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും USൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റകൾ വരുന്നുണ്ട്. അപ്പോൾ അതാത് ദിവസങ്ങളിൽ അതാത് രാജ്യങ്ങളുടെ ഈവൻറ്റുകൾ അനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി റിസൾട്ടുകളാണ് വരുന്നത്, ഇതുപോലെ ഈവൻറ്റുകൾ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ന്യൂസിലൂടെ പറയാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് തന്നെ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മേറ്റ് ട്രേഡിങ്ങിലെ ട്രേഡ് ബഡി ടാബിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്യുക. ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ തന്നെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് 1 വർഷത്തെ സപ്പോർട്ടോട് കൂടിയിട്ട് കാലിക്കട്ടിലും കൊച്ചിയിലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇൻഡിഗോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് മേഖലയിൽ സർവീസ് നടത്തുന്ന ഇൻഡിഗോ, അവിടെ 86ാമത്തെ പുതിയ സർവീസും 118ാമത്തെ ഓവറോൾ സർവീസും അവർ ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്ക്, ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ന്യൂസാണ്. EV സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ്. വിയറ്റ്നാമിലുള്ള പ്രമുഖ EV കമ്പനിയായിട്ടുള്ള വിൻഫാസ്റ്റ് ഓട്ടോ ലിമിറ്റഡ് ഇന്ത്യയിൽ ഏകദേശം $2 ബില്യൺ EV മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കൺസ്യൂമർ കമ്പനിയാണ് ചൈന കഴിഞ്ഞ USഉം ഇന്ത്യയും തുല്യ സ്ഥാനം പങ്കിടുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു രാജ്യത്ത് EVക്ക് ഇനിയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ടാറ്റ സ്റ്റീൽ അവരുടെ Q3 അപ്ഡേറ്റ് വന്നു. ടോട്ടൽ പ്രൊഡക്ഷൻ ഇന്ത്യയിലെ 7% വർധനവ് രേഖപ്പെടുത്തി. കമ്പനിയുടെ ഏറ്റവും മികച്ച Q3 റിസൾട്ടാണ് ഉള്ളത്. Q3 റിസൾട്ട് അല്ല, Q3യുടെ അപ്ഡേറ്റ് ആണ് ഉള്ളത്. റിസൾട്ടുകൾ വരുന്നതേ ഉള്ളൂ. അദാനി വിൽമറും Q3 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡ് ലോൺ സെയിൽസ് 15% കുറവ് വന്നിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ബാങ്ക് ഓഫ് ബറോഡ കമ്പനിയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 8%, അഡ്വാൻസ് 14% വർധനവ് രേഖപ്പെടുത്തി. ഇതെല്ലാം തന്നെ Q3 റിസൾട്ടിന് മുമ്പ് കമ്പനികൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗുജറാത്തിൽ 600 കോടി രൂപയുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കമ്പനി തീരുമാനിച്ചു. BEL കമ്പനി ഇവരുടെ 20% റവന്യൂ ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റിസൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി റിസൾട്ടിൻ്റെ കാലഘട്ടമാണ്. Q3 റിസൾട്ടാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 4 തവണയാണ് കമ്പനീസ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുക. Q1, Q2, Q3, Q4. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് Q3 ആണ്. ആദ്യ ബാച്ചിലുള്ളത് IT കമ്പനിയാണ്. ഇൻഫോസിസും TCSഉം HCL ടെക്കും വിപ്രോയാണ് ഫസ്റ്റ് ബാച്ചിലുള്ള കമ്പനീസ്, പ്രധാന കമ്പനീസ്. ഡെൽറ്റ കോർപ്പ് ഉൾപ്പെടെയുള്ള കമ്പനീസുകൾ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻഫോസിസും TCSഉം ഇവർ ജാനുവരി 11 റിസൾട്ട് പ്രഖ്യാപിക്കും. 12 വിപ്രോയും HCL ടെക്കും പ്രഖ്യാപിക്കും. ഇനി ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ടല്ലേ. ഡെൽറ്റ കോർപ്പ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ, അല്ലെങ്കിൽ HDFC ബാങ്ക് എന്നാണ്, അതും നമ്മളെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. റിസൾട്ട് കലണ്ടർ ടാബിൽ ചെക്ക് ചെയ്യുക. ഇനി ഫെം ഇൻഡസ്ട്രീസ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജാനുവരി 11 ഇഷ്യൂ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് അവരുടെ ആക്റ്റീവ് EV എന്ന് പറയുന്ന പുതിയ
EV പ്ലാറ്റ്ഫോം പഞ്ചിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് പഞ്ച് EV ഇറക്കുന്നുണ്ട്. ഗാലൻ്റ് ഐപാക്ട് കമ്പനി അവർ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ITCയും അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡും ഫ്രോസൺ വെജിറ്റബിൾ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈം ഫ്രഷായിട്ട് പുതിയ കൊളാബറേഷൻ ഏർപ്പെട്ടു. സിസിലോണിന് 225 മെഗാവാട്ട് ഒരു ഓർഡർ കിട്ടി. ജൂപ്പിറ്റർ വാഗണ് 100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇനി എപ്പോഴാണ് നമ്മൾ ന്യൂസ്? എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ബൈ ഓൾ.